Today, we are starting with a new chapter called Capital Structure. Right? So, let me introduce you what is capital structure. എന്താണ് capital structure? This is not the first time you are hearing that word. Right? So, I'll tell you, for the formation of a company, for the capital requirements is necessary, capital is needed. And capital structure is also important. Alle, capital structure important aanu. And what is capital structure? Capital structure refers to the composition or the makeup of capital. It refers to the makeup of capital. Capitalന്റെ composition ആണ് capital structureൽ ഇത്രയും കാലം വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം this capital structure was not that important. നമ്മളെ സംബന്ധിച്ചിടത്തോളം it was profit which was important. അല്ലേ? ഒരുപാട് കാലം വരെ നമുക്ക് അങ്ങനെയായിരുന്നു, പ്രോഫിറ്റ് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾക്കറിയാം പ്രോഫിറ്റ് അല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്, EPS ആണ് ഇമ്പോർട്ടൻറ്റ്. അല്ലേ? ഈ EPSന് ഇത്രയും സിഗ്നിഫിക്കൻസ് വരാനുള്ള ഒരേ ഒരു കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ അതുകൊണ്ടാണ് ആ ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഇത്രയും ഇമ്പോർട്ടൻസ്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ടുഡേ വിൽ സി ലോൺസ് ഉണ്ട്, റിസർവ്സ് ഉണ്ട്, ഷെയർ ക്യാപിറ്റൽ ഇസ് ദെയർ. അപ്പോൾ നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ രണ്ട് രീതിയിലും ആവാം. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ലോൺ, എനി ടൈപ്പ് ഓഫ് ലോൺസ്, ഡിബെഞ്ചേഴ്സ്, ലോൺസ് ഇൻക്ലൂഡ് ഡിബെഞ്ചേഴ്സ് ഓൾസോ, reserves and surplus, clear, and all the other bonds and other things, clear. അപ്പോൾ ഇതൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കമ്പോസ് ഓഫ് ലോങ് ടേം, പക്ഷേ ഒരിക്കലും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഷോർട്ട് ടേം ആയിട്ടുള്ളതില്ല. നോ ഷോർട്ട് ടേം ആയിട്ടുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചറിലില്ല. ലോങ് ടേം ഇമ്പാക്റ്റ് ഒരു കമ്പനിക്ക് ഉണ്ടാക്കാവുന്ന ഏതൊക്കെ രീതിയിലുള്ള ക്യാപിറ്റലാണ് നമ്മൾ റേസ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതൊക്കെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ബിഫോർ ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് 3 ഇമ്പോർട്ടൻറ്റ് ടേംസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വാട്ട് ഈസ് ക്യാപിറ്റലൈസേഷൻ? എന്താണ് ക്യാപിറ്റലൈസേഷൻ? എനിക്ക് തോന്നുന്നു നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താണ് ക്യാപിറ്റലൈസേഷൻ? വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ആൻഡ് ദ അതർ ഇമ്പോർട്ടൻറ്റ് ടേം ഇസ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഇത് മൂന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാരണം ക്യാപിറ്റലൈസേഷനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ ക്യാപിറ്റലൈസേഷനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? Capitalization refers to just the total amount alone, total amount of securities issued by the company. എത്രയാണ് എമൗണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റലൈസേഷനിൽ ഇമ്പോർട്ടൻസ്. പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അതല്ല, രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 18 lakhs, debenture 5 lakhs, and long term loan 2 lakhs. Clear? And one more is there, reserves and surplus 1 lakh. ഇതിൻ്റെ ഒരു ടോട്ടൽ ഉണ്ടല്ലോ 26 ലക്ഷം മൊത്തം വരും, 26 lakhs. ഈ 26 lakhsനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്.
എത്രയാണ് നമ്മളുടെ ക്യാപിറ്റൽ, അത് മാത്രമാണ് അവിടെ ക്യാപിറ്റലൈസേഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ലിയർ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്താ വെച്ചാൽ ഇതും കൊടുത്തിട്ടുണ്ടാവും. ഇറ്റ്സ് പ്രപ്പോർഷൻ ഓൾസോ. ഓരോന്നിൻ്റെയും പ്രപ്പോർഷൻ കാണുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. 18 lakh ഡിവൈഡഡ് ബൈ 26 lakh ഇൻറ്റു 100. അങ്ങനെ ഓരോന്നിൻ്റെയും പ്രപ്പോർഷൻ സപ്പോസ് 25%, 50%, അങ്ങനെ 100 ആണ് ടോട്ടൽ ചാൽ ഓരോന്നിൻ്റെയും പ്രപ്പോർഷൻ എത്രയെന്നുള്ളതും കൂടി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത്രയും കാലമായിട്ട് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. കാരണം ഡിബെഞ്ചറൊക്കെ എത്ര ഉണ്ട് കൂടുതലാവും തോറും നമുക്ക് അറിയാം EPSന് മാറ്റം ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഇസ് റേസ്ഡ്, അതിനാണ് ഇമ്പോർട്ടൻസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ദ ടോട്ടൽ എമൗണ്ട് ആൻഡ് ഇറ്റ്സ് പ്രപ്പോർഷൻ. ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ്. ദാറ്റ് മേക്സ് അപ്പ് ക്യാപിറ്റലൈസേഷൻ. അങ്ങനെ തന്നെ പറയണം. ദ ടോട്ടൽ എമൗണ്ട് ആൻഡ് ഇറ്റ്സ് പ്രപ്പോർഷൻ ദാറ്റ് മേക്സ് അപ്പ് ദ ക്യാപിറ്റലൈസേഷൻ. ക്ലിയർ? അപ്പോൾ ആ ഒരു പ്രപ്പോർഷൻ്റെ ഡിസിഷനാണ് ഇവിടെ വളരെ സിഗ്നിഫിക്കൻറ്റ്. എത്ര റേസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ തന്നെ പഠിക്കുന്നത്. ആൻഡ് വി ഹാഡ് സീൻ വൺ മോർ ഇമ്പോർട്ടൻറ്റ് ടേം. വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ? ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ കംപ്രൈസസ് ഓഫ് ദ എൻറ്റയർ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. എൻറ്റയർ ലയബിലിറ്റി സൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? എൻറ്റയർ ലയബിലിറ്റി സൈഡാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിലുള്ളത്. അപ്പോൾ അവിടെ എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഷോർട്ട് ടേം ഓൾസോ. ലോങ് ടേം മാത്രമല്ല, ഷോർട്ട് ടേം പ്ലസ് ലോങ് ടേം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഡീൽസ് വിത്ത് ദ എൻറ്റയർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഡെപ്റ്റ് and shareholders fund. All the things will be included in the financial structure. All the financial resources, short term as well as the long term. Clear? So hope you have understood what is capital, what is capital structure. What is capital ennallathu namukku ariyam, and what is capital structure, what is capitalization, and what do you mean by financial structure. And let me introduce you now what are the important patterns of capital structure. ഈ പാർട്ട് നിങ്ങൾക്ക് അറിയണ പാർട്ട് തന്നെയാണ്. കാരണം നമ്മൾ ലിവറേജ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ കുറച്ച് ഈ ഭാഗം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെ പാറ്റേൺസ് ആണ്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? പാറ്റേൺസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇക്വിറ്റി ആവാം അല്ലേ? ഫുൾ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ആയിട്ട് മാത്രം ഉണ്ടാക്കിക്കൂടെ? 100% ഇക്വിറ്റി ആക്കാം. ദിസ് ഇസ് വൺ ടൈപ്പ്. ആൻഡ് സെക്കൻഡ് ഇസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി എന്താവാം? ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം, ഇക്വിറ്റി ഇല്ലാതെ ഒരു കളി പറ്റില്ല. അതായത് ഒരിക്കലും പ്രിഫറൻസ് ഷെയർസും ഡിബെഞ്ചേഴ്സും ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കമ്പനി റൺ ചെയ്യാൻ പറ്റില്ല. ദർ മസ്റ്റ് ബി ദ ഓണേഴ്സ്, ദർ മസ്റ്റ് ബി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റാണ്. ആ ഒരു ഇത് ഉണ്ടാവണം കേട്ടോ. ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് മാത്രമായിട്ട് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആവാം. ഇറ്റ് ക്യാൻ കംപ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇറ്റ് ക്യാൻ കംപ്രൈസ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഇക്വിറ്റിയും ഡിബെഞ്ചേഴ്സും ആവാം. പ്രിഫറൻസ് ഷെയർസിൻ്റെ ആവശ്യമില്ല. ആൻഡ് വൺ മോർ പാറ്റേൺ യു ഹാവ്. What is that? Equity, debentures and preference shares. ഈ രീതിയിലുള്ള 4 പാറ്റേണിൽ ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ആക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ 4 പാറ്റേണിൽ ഏത് പാറ്റേൺ ആയാലും കുഴപ്പമില്ല. ഇക്വിറ്റി ഷെയർസ് മാത്രമായിട്ടുള്ളതായാലും കുഴപ്പമില്ല, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആയാലും കുഴപ്പമില്ല, ഇക്വിറ്റി ആൻഡ് ഡിബെഞ്ചേഴ്സ് ആയാലും കുഴപ്പമില്ല, ഇക്വിറ്റി, ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആയാലും ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. റൈറ്റ്? സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയണ ഒരു ഇത് ദ യൂസ് ഓഫ് ലോങ് ടേം ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് രണ്ടും പറയുന്നുണ്ട് എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. ആ യൂസ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് along with equity shares is known as what? It is known as financial leverage,
or അതിനൊരു വേറൊരു പേരും കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. Right? So I'll repeat it once more. The use of fixed interest bearing debt and preference shares along with equity shares is known as financial leverage or trading on equity. So it is that financial leverage which is more important in a capital structure. അതുകൊണ്ടാണ് നമ്മൾ ലിവറേജ് ചാപ്റ്റർ ആദ്യം തന്നെ പഠിച്ചത്. ലിവറേജിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഓപ്പറേറ്റിംഗ് ലിവറേജിനേക്കാളും ആസ് ഫാർ ആസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് കൺസേൺ, ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ ലിവറേജ് വിച്ച് ഹാസ് ഗോട്ട് മോർ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ലോങ് ടേം ആണ്. ലോങ് ടേം ഫിനാൻസിനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. സോ മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് ഫിനാൻഷ്യൽ ലിവറേജ്. ക്ലിയർ? അപ്പോൾ എപ്പോഴും നമ്മളുടെ ഓണേഴ്സ് ഇക്വിറ്റി, റിട്ടേൺ ഓൺ ഓണേഴ്സ് ഇക്വിറ്റി, റിട്ടേൺ ടു ഓണർ ഷുഡ് ബി ഹൈ. അത് ഇൻക്രീസ്. ROE നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം കണ്ടു. ആ പ്രോബ്ലത്തിലുള്ള പോലെ ROE ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി മസ്റ്റ് ബി ഇൻക്രീസ് ചെയ്യണം. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് ദ EPS ഷുഡ് ഗോ അപ്പ്. ക്ലിയർ? അപ്പോൾ ഇതിൽ ഏത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ് EPS കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് കൂടുതൽ നല്ലത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം ലിവറേജിൻ്റെ തുടക്കത്തിൽ ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കുറേ പ്ലാൻസ് ഓർക്കുണ്ടോ? അതായത് ആദ്യത്തെ പ്ലാനിൽ ഇത്ര, രണ്ടാമത്തെ പ്ലാനിൽ ഇത്ര, മൂന്നാമത്തെ പ്ലാനിൽ ഇത്ര. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് എന്താ? നമ്മൾ അവിടെ നോക്കിയത് എന്താ? ഏതിനാണ് ലിവറേജ് കൂടുതൽ, ഏതിനാണ് EPS കൂടുതൽ? അതേ ഭാഗമാണ് ഇവിടെ ആദ്യം വരുന്നത്. കാരണം ഏത് ഓൾട്ടർനേറ്റീവ്, വിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ ഗിവ്സ് യു ദ മാക്സിമം EPS? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഹിയർ. ക്ലിയർ? ആൻഡ് വൈ? ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു തിങ്ക്. വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു ഡെപ്റ്റ് ഫിനാൻസിങ് or whether it is due to preference shares, which is increasing, which is acting as an aid or lever to increase the EPS, and what is the importance of such a capital structure. ഇപ്പോൾ നമ്മൾ 4 പാറ്റേൺസ് പറഞ്ഞു. ഈ 4 പാറ്റേൺസ് തന്നെ വെച്ചിട്ട് തന്നെ നമുക്ക് thousands and thousands of capital structure you can make. ക്ലിയർ? ഇക്വിറ്റി ഇത്രയാക്കാം, ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ മാറ്റാം, പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രപ്പോർഷൻ മാറ്റാം, വേറൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആകുമ്പോൾ ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഇതിലൊക്കെ പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ 2 കമ്പനി, 2 കമ്പനി വിത്ത് ദ സെയിം റിസ്ക്, സെയിം ക്യാപിറ്റൽ ആൻഡ് സെയിം പ്രോഫിറ്റ് I mean that same EBIT will give different EPS. Please note that this 2 same companies belonging to the same industry, belonging to the same risk return category, belonging to the same capital level, which belongs to the same EBIT level, can contribute different EPS, because it is significant that 2 companies will not have the same capital structure. The capital structure will be different. So it is the significance of capital structure that I wanted to tell you. So the capital structure is highly significant that the financial manager often has the risk in creating a good viable capital structure which will yield the maximum EPS. Is it right for you? അപ്പോൾ ഈ ഒരു ലിവറേജ്, ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ലോസും ഉണ്ടാവാം. കാരണം നമുക്ക് തന്നെ ആലോചിച്ചറിയാം, ഡിബെഞ്ചേഴ്സും ഇക്വിറ്റി ഷെയർസും മാത്രമേ ഉള്ളൂ വിചാരിക്കൂ. സോ കുറച്ച് ഡിബെഞ്ചേഴ്സ് ഉണ്ട്, അതിങ്ങനെ കൂടി വരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കമ്പനി തുടങ്ങിയിട്ട് നിങ്ങൾ ഡിബെഞ്ചർ എടുക്കുക എന്ന് പറഞ്ഞാൽ കടം എടുക്കുക എന്നാണ് അർത്ഥം. ഒരു ബിയോണ്ട് എ ലെവൽ നിങ്ങൾക്ക് കടായി, പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും കടം തരുമോ? ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ ലോസിൻ്റെ മുകളിൽ ലോസ് ആയി കഴിഞ്ഞ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി തകരുക എന്നുള്ളൊരു സൂചനയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് വിൽ വിഡ്രോ ഫ്രം ദ സീൻ ആൻഡ് ദേ വിൽ സെൽ ഓഫ് ദെയർ ഷെയർസ് ആൻഡ് അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ കമ്പനീസ് EPS വിൽ ഗോ ഡൗൺ. ദാറ്റ് ഈസ് ഓൾസോ ദെയർ. സോ ടിൽ എ ലെവൽ ഈ ഡിബെഞ്ചർ മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. കാരണം ആ ഡിബെഞ്ചർ കൊണ്ട് ഉണ്ടാവുന്ന നേട്ടം നമുക്ക് വേണം. ദ ടാക്സ് ബെനിഫിറ്റ്, ദാറ്റ് ഈസ് എ പ്രിവിലേജ് ഓഫ് ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, അല്ല ദാറ്റ് ഈസ് എ പ്രിവിലേജ് ഓഫ് ദ കമ്പനി വിച്ച് ഹാസ് ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ അതൊരു വിത്തിൻ എ ലിമിറ്റേ ആവാൻ പാടുള്ളൂ. ബിയോണ്ട് എ ലിമിറ്റ് ഇഫ് ദ ഡിബെഞ്ചേഴ്സ് ഇൻക്രീസ്,
that is a loss for the company because debt ഉള്ള ഒരു കമ്പനിക്ക് ആരും വീണ്ടും അതേ റിട്ടേൺ അതേ റേറ്റിൽ കടം കൊടുക്കില്ല, കടം എടുക്കാൻ പറ്റില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വിചാരം വരും, ഇങ്ങനെ കടമായിട്ടുള്ള കമ്പനി നമുക്ക് എന്തിനാണ്. സോ ദേ വിൽ സെൽ ഓഫ് ദ ഷെയർസ്. അൾട്ടിമേറ്റ്ലി ദ ഡിമാൻഡ് ഓഫ് ദ ഷെയർസ് വിൽ ഗോ ഡൗൺ ആൻഡ് ദ ഷെയർ പ്രൈസ് വിൽ കം ഡൗൺ and that will significantly affect the EPS of the company, right? So adana angana oru impact undu. So it is the financial manager's decision is very crucial here. He has to decide what level of capital structure must be maintained in the company. Is it right for you? Okay, so think well. Tomorrow we'll start with the different types of ക്യാപിറ്റൽ സ്ട്രക്ചർ. ഞാൻ പ്രോബ്ലംസ് ആ പാർട്ടിൽ ഞാൻ പ്രോബ്ലംസ് ചെയ്യില്ല, പകരം നിങ്ങൾക്ക് തരും. ഐ വിൽ സ്ട്രേറ്റ് അവേ ഗോ ടു അനദർ ടോപ്പിക്. ഓക്കെ, ആ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫിനാൻഷ്യൽ ലിവറേജിൽ തുടക്കത്തിൽ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ആ ഒരു ടിപ്പിക്കൽ പ്രോബ്ലംസാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തുടക്കത്തിൽ. ജസ്റ്റ് ടു ഷോ യു വാട്ട് റെലവൻസ് ഡിബെഞ്ചേഴ്സ് ഹാസ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് റിസൾട്ട്സ് ഒക്കെ കമ്പയർ ചെയ്യാം. ക്ലിയർ? ആൻഡ് ലെറ്റ് us മൂവ് ടു ദ അതർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പോയിന്റ് ഓഫ് ഇൻഡിഫറൻസിലേക്ക് അടുത്ത ദിവസം മൂവ് ചെയ്യാം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. യു ഹാവ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് റിമെമ്പർ ദിസ് ചാപ്റ്റർ ഇസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്, ഹൈലി സിഗ്നിഫിക്കൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഈ ചാപ്റ്റർ നന്നായി പഠിക്കേണ്ട ചാപ്റ്ററാണ്. നല്ലോണം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനായിട്ട് വേണോ തുടക്കത്തിൽ എടുക്കേണ്ട, നേരെ ഡിവിഡൻഡിലേക്ക് പോയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചതാണ്. പക്ഷേ ഐ തോട്ട് വി ഡോണ്ട് ഹാവ് എനി അതർ ഓൾട്ടർനേറ്റീവ് നൗ. വി ആർ സ്ട്രേറ്റ് അവേ മൂവിങ് ടു ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ എവിടെയെങ്കിലും മനസ്സിലാവാത്തത് വരികയാണെങ്കിൽ വിൽ ഡീൽ ഇൻ ദാറ്റ്. അപ്പോൾ നമുക്ക് ഇതാവാം. ഇത് കഴിഞ്ഞാൽ ഇനി ലോങ് ടേമിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഡിവിഡൻഡ് പോളിസി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ടേമിൻ്റെ പാർട്ടിലാണ് പഠിക്കാനുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ ഒരു വലിയ ഭാഗമാണ്. ഒരു മോഡ്യൂളേ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിൽ, പക്ഷേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വലിയൊരു പാർട്ടായിട്ടാണ്. ലോങ് ടേം പഠിക്കണ പോലെ അത്രയും ഇൻട്രസ്റ്റ് ഷോർട്ട് ടേമിന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. So we'll see in tomorrow. Okay, take care. Bye bye.